കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കോതമംഗലത്ത് ഡിജിറ്റൽ റീസർവേ നടപടികൾക്ക് തുടക്കമായി. ആന്റണി ജോൺ MLA ഡിജിറ്റൽ റീസർവേ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം വില്ലേജിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾക്ക് തുടക്കമായി. കോതമംഗലം വില്ലേജ് ഉൾപ്പെടുന്ന 3335 ഹെക്ടറോളം വിസ്തീർണവും 37,600ഓളം വരുന്ന കൈവശങ്ങളും ഡിജിറ്റൽ സർവേ 6 മാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന കർമ്മ പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. ആന്റണി ജോൺ MLA ഡിജിറ്റൽ റീസർവേ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഓരോ വ്യക്തിയുടെയും ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും അത് പൂർണ്ണമായി ഓൺലൈൻ ഉള്ളതോടുകൂടി തന്നെ അത് സ്ഥിരീകരിക്കുകയും ലോകത്ത് എവിടെ നിന്നും നമ്മുടെ ഭൂമി സംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്ക് നേരിട്ട് അറിയാൻ കഴിയുന്ന നിലയിൽ തന്നെയുള്ള ഒരു ക്രമീകരണമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. 2022 മുതൽ അത് ആരംഭിക്കുകയും അതിൻ്റെ ആദ്യഘട്ടമെന്നുള്ള നിലയിലാണ് കോതമംഗലം പ്രാപിക്കുന്നത്. പല്ലാരിമംഗലം വില്ലേജിനെ അനുവദിച്ച് തിരഞ്ഞെടുക്കുകയും അതിൻ്റെ സർവേ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരണം അതിന്റെ തുടർച്ചയിലാണ് കൂടുതൽ വില്ലേജുകൾ. ഡിജിറ്റൽ സർവേ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കോതമംഗലം സിവിൽ സ്റ്റേഷനിൽ ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട്. സർവേ ഉദ്യോഗസ്ഥർ ഹാജരാകുമ്പോൾ ഭൂവുടമസ്ഥർ സർവേ ഉദ്യോഗസ്ഥർക്ക് അവരവരുടെ ഭൂമിയുടെ അതിർത്തി കാണിച്ചു നൽകുകയും അവകാശ രേഖകൾ, കരമടച്ച രസീത് എന്നിവയുടെ പകർപ്പ് നൽകുകയും ചെയ്യേണ്ടതാണ്. ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.